ഇപ്പൊ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഒരു വ്ളോഗർ 1, 2 വീഡിയോസ് കാണാനിടയായി. അതായത് ഒരു വീഡിയോയിൽ ഒരു വ്ളോഗർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ പഠിച്ചതുകൊണ്ട് എന്താണ് അവര് നേടുന്നത്? ഉം, അവർക്കിഷ്ടമില്ലാത്ത സബ്ജക്ട്സ് ഒക്കെ അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ഒക്കെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം തന്നെ ചെറുപ്പത്തിൽ പഠിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഞാന് കാണാനിടയായി. അതുപോലെ മറ്റൊരു ന്യൂസ് ചാനലിൽ കണ്ട ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല്, അതില് ഒരു കുട്ടി പറയുന്നു, ഒരു ഇൻഫ്ലുവൻസറിന് അവർക്ക് ഒരു റീലിന് 30 സെക്കൻഡുള്ള എന്തോ റീലിന് അവർക്ക് ലക്ഷങ്ങള് പ്രതിഫലമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ അവര് പലതരത്തിലുള്ള അവരുടെ തന്നെ വീഡിയോസിന് ഒരുപാട് പൈസ വീഡിയോസ് ചെയ്യുന്നതിലൂടെ അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. അപ്പോ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു ഐടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അതിനെതിരായിട്ട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെങ്കിൽ എന്തിനാ വെറുതെ ആ കുട്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ടായിരുന്നില്ലല്ലോ? കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടിയിരുന്നല്ലോ? അത്രയൊന്നും പൈസയൊന്നും അവര് ജോലി ചെയ്യുന്നതിലൂടെ കിട്ടുന്നില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഏൺ ചെയ്യുന്ന അത്രയും മണിയൊന്നും ഇവർക്ക് കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന ഒരു വീഡിയോ കാണാനിടയായി. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, കാര്യം ശരിയാണല്ലോ. ഈ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഏകദേശം ഒരു ഒരു 7 പേപ്പറോളം ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു 7 പേപ്പറും 3 ലാബും ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 17 സബ്ജക്ട്സ് ലാബ് ഉൾപ്പെടെ നമുക്ക് പഠിച്ചാലേ ഫസ്റ്റ് ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എഞ്ചിനീയറിംഗ്. അപ്പോൾ അങ്ങനെ 4 വർഷങ്ങളുണ്ട്. ഈ 4 വർഷവും കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടുന്നവർക്ക് പോലും നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. അവര് പിന്നീട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പണ്ട് അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയും പലരും ജയിക്കത്തില്ല. കുറേ പേരൊക്കെ ജയിക്കും. ജയിച്ച് ഇന്റർവ്യൂവും പാസ്സായി കിട്ടുന്ന ജോലി ഈ പഠിച്ച അതൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വന്ന വേറെ പുതിയ കാര്യങ്ങൾ പിന്നെയും പഠിക്കേണ്ടി വരും. പിന്നെയും പഠിച്ചെടുത്ത് ആ ജോലിയിൽ 1, 2 വർഷം കഴിഞ്ഞാൽ പിന്നെയും പല സർട്ടിഫിക്കേഷനും ചെയ്യേണ്ടി വരും. പിന്നെ ആ ജോലി സംബന്ധമായി ഒരുപാട് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പഠിച്ച് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് അബദ്ധത്തിൽ വല്ല ഗ്യാപ്പും വന്നു പോയി കഴിഞ്ഞാൽ, ഇടയ്ക്ക് കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഒരു 2, 3 ഇയേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കമ്പനിയിൽ തിരിച്ചു കയറുന്നതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇവർക്ക് ജോലി കിട്ടാനൊക്കെ നല്ല പ്രയാസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോഴത്തെ കാലത്ത് ഈ ലോണൊക്കെ എടുത്ത് കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ലോണൊക്കെ എടുത്ത് പഠിക്കാൻ പോകുന്നത് എത്രമാത്രം റിസ്ക്കുള്ള കാര്യമാണ് ഇനിയത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ ലോൺ എടുത്ത് ഒന്ന് പഠിച്ച് ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടും. ഡോക്ടറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറായിട്ട് ജോലി കിട്ടും. അത് ഉറപ്പായ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല. നമ്മളൊരു ഡിഗ്രി പാസ്സായി കഴിഞ്ഞാലും ജോലി കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. പലരും ജോലി കിട്ടിക്കഴിഞ്ഞും ഒക്കെ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ധാരാളം പേര് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും പലതും വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. അവർക്ക് ഒരു താല്പര്യമില്ലാത്ത സബ്ജക്ട്സ് ഒക്കെ അവരെടുത്ത് വെച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ CBSE സിലബസിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഈ കുട്ടികൾ കഷ്ടപ്പെട്ട് ഒത്തിരി പഠിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം ഭാവിയിൽ ഉണ്ടാകുമോ എന്നും ഒരു ചോദ്യം ആം, അ- ഉണ്ട്. അതുപോലെ നമുക്കിഷ്ടമുള്ളത് മാത്രം പഠിച്ചാൽ പോരായോ? നമുക്ക് ഏത് മേഖലയിലാണ് താല്പര്യം അത് മാത്രം പഠിച്ചാൽ പോരായോ? അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം മാറേണ്ട ആവശ്യമില്ലേ എന്നുള്ളതും ഒരു ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുമ്പോൾ ഈ കഷ്ടപ്പെട്ട് എന്തിനാണ് പഠിച്ചത് എന്നൊരു ചോദ്യം കൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനിയത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ലോൺ എടുത്തൊന്നും പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അവനവൻ ഇഷ്ടമുള്ളത് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ഇഷ്ടമുള്ള ജോലിയിൽ ഏർപ്പെടുക. ഇത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനാണ് താല്പര്യമെങ്കിൽ അതിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ വീഡിയോ എടുത്തോ അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയിലാണ് ഇഷ്ടമുള്ളത് അത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.